കാസർഗോട്ട് അവിടെ UDF-ന്റെ വലിയ തേരോട്ടം നടക്കുന്നു. വലിയ മത്സരിച്ചിട്ട് പോലും പിടിക്കാൻ പറ്റാത്ത ഉദുമയിൽ ഇത്തവണ മാജിക് സംഭവിക്കുന്നു. 4500 പരം വോട്ടുകൾക്ക് വിജയം ഉറപ്പിച്ച തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദുമയിൽ പോലും LDF-ന്റെ കോട്ടകൾ ഇളകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈപ്പിനിൽ പക്ഷേ ഒരു മാറ്റം ഉണ്ടാകുന്നു. 244 വോട്ടുകൾക്ക് MP ഷൈനി ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നു. വൈപ്പിനിൽ ഒരു മാറ്റമുണ്ട്. 1529 വോട്ടിന്റെ ലീഡ് ബിന്ദുകൃഷ്ണ കൊല്ലത്തെടുക്കുന്നു. തൃപ്പൂണിത്തുറയിൽ UDF ലീഡ് എടുക്കുന്നു. ദീപക് ജോയ് 1763 വോട്ടിന്റെ ലീഡാണ് തൃപ്പൂണിത്തുറയിൽ നേടിയിരിക്കുന്നത്. തിരുവരങ്ങാടിയിൽ PMA സമീർ 2843 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ OS അംബിക 677 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ 2355 വോട്ടുകൾക്ക്, കുന്നത്തനാട് VP സജീന്ദ്രൻ 2557 വോട്ടുകൾക്ക്, ധർമ്മടത്ത് VP ലീഡ് തുടരുന്നു. ധർമ്മടത്ത് അബ്ദുൾ ബഷീർ ലീഡ് തുടരുന്നു. 733 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി വിജയൻ വിജയിച്ചേക്കാം. പക്ഷേ ലീഡാണ് അബിൻ വർക്കിക്കുള്ളത്. വീണ ജോർജിന്റെ നില പരിങ്ങലിലാണ്. ഈ ലീഡ് കുറച്ച് നേരമായി, അതായത് മന്ത്രിമാർ ഒന്നാകെ പരാജയപ്പെടുന്നു. ഒന്നോ രണ്ടോ പിന്നിലാണ്. അവിടെ പിന്നിട്ട് നിൽക്കുകയാണ് വയനാട്. സേനാപതി വേണുവിന്റെ ലീഡ് 5000 കടന്നത്. മന്ത്രിമാരാണ് നാണക്കേട് ഒഴിവാക്കുന്നത്. രാജൻ മുന്നിട്ട് നിൽക്കുകയാണ്. ജിയ ഖാനിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷെ P പ്രസാദ് പിന്നിലാണ്. ചിഞ്ചു റാണിയും പിന്നിലായിരുന്നു ഏറ്റവും ഒടുവിൽ. അല്ലെ തൃശ്ശൂരിൽ രാജൻ പലന്റെ ലീഡ് 4000 കടന്നു. തൃശ്ശൂരിൽ രാജൻ പലന്റെ ലീഡ് 4000 കടന്നു. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഒരു ആശ്വാസ കിരണമായി നിൽക്കുന്നു. അവിടെ രഞ്ജിത്ത് ഒരുപക്ഷെ ബേപ്പൂരിൽ എതിരാളി PV അൻവർ പറഞ്ഞത് ആദ്യത്തെ റൗണ്ട് വോട്ടുകൾ എണ്ണുമ്പോൾ തീർച്ചയായും താൻ പിന്നിലായിരിക്കും, പക്ഷേ അവസാന റൗണ്ടുകളിലേക്ക് കയറുമ്പോൾ മുന്നിലെത്തുമെന്നാണ്. അങ്ങനെയെങ്കിൽ രഞ്ജിത്ത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ മേൽക്കൈ, ഇത്രമേൽ ചുരുങ്ങിയ ഒരു മേൽക്കൈ മതിയോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. 2000 വോട്ടുകൾക്ക് മാത്രം ഏതാണ്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇനി എണ്ണാനുള്ളത്. പ്രതീക്ഷിക്കുന്ന PV അൻവർ മേൽക്കൈ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലാണ് എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചു പോകേണ്ടതുണ്ട്. രഞ്ജിത്ത് അഴീക്കോട് 1433 മുന്നിൽ, KV സുമേഷ് കണ്ണൂരിൽ ഒരു പ്രകാശകിരണമായി നിൽക്കുന്നു.